നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രം നക്ഷത്രത്തെക്കുറിച്ചാണ്. ഉത്രം നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ മാർച്ച് 1 മുതൽ 15 വരെയുള്ള ഇന്ത്യൻ അസ്ട്രോളജി പ്രകാരമുള്ള ജ്യോതിഷ ഫലങ്ങളാണ് പറയുന്നത്. ഈ ജ്യോതിഷ ഫലങ്ങളെക്കാൾ ഉപരി ഈ ദിവസങ്ങളിൽ ഇവർക്ക് എന്തൊക്കെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നും അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നും ഇവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഉത്രം നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വിദ്യാഭ്യാസത്തില് അത്യുന്നതമായിട്ടുള്ള വിജയമൊക്കെ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഭാവിയിലേക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. വിവാഹ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ വിവാഹമൊക്കെ നടക്കാതിരുന്നവരുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആകുന്നതാണ്. കൂടാതെ ചില പ്രണയബന്ധങ്ങളിലൊക്കെ നിങ്ങൾ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് വിവാഹത്തിലേക്ക് കലാശിക്കുവാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ഒരാളെ നിങ്ങൾ തന്നെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ സമയത്ത് ഒരാൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ ആൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നല്ല ഒരു സമയമാണ്. തൊഴിൽപരമായിട്ട് മുന്നേറ്റമുള്ള ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ഏത് തൊഴിലാണോ ആഗ്രഹിക്കുന്നത് ആ തൊഴിലിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഫലമായിരിക്കും ലഭിക്കുന്നത്. പലരും നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത തൊഴിലൊക്കെ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിലിലേക്ക് നിങ്ങൾ ഈ സമയത്ത് ശ്രമിക്കുന്നത് വളരെയധികം നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ആ തൊഴിലിൽ നിങ്ങൾക്ക് ശോഭിക്കാനും കഴിയും. അങ്ങനെ ഒരു തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കാനുമുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു അദൃശ്യ ശക്തി ഈ സമയത്ത് നിങ്ങൾക്ക് കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്കൊരു വിശ്വാസം വരുന്നതാണ്. പിതൃക്കളുടെ അനുഗ്രഹമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണ്. ശത്രുശല്യമൊക്കെ ഉണ്ടായിരുന്നത് ഒഴിഞ്ഞു പോകുന്നതാണ്. കാരണം നമ്മളുടെ പൂർവികന്മാർ നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടായിരിക്കുന്ന കണ്ണേറ്, ആഭിചാരക്രിയയിൽ ഉണ്ടാകുന്ന ചില തടസ്സങ്ങൾ അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായിരുന്ന കടങ്ങളൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് വീട്ടാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് പുതിയ ലക്ഷ്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. അതിനായിട്ട് പുതിയ മാർഗങ്ങളും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ്. ഈ മാർഗത്തിലൂടെ നിങ്ങൾ പുതിയ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. ബിസിനസ്സിലൊക്കെ വൻ നേട്ടമാണ് നിങ്ങൾക്ക് കാണുന്നത്. പുതിയ ബിസിനസ് ആരംഭിക്കാനും പറ്റിയൊരു സമയമാണ്. ഷെയർ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ അറിയാവുന്നവര് ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ പണം മുടക്കുന്നതൊക്കെ വളരെ നല്ലൊരു സമയമാണ്. ഭാഗ്യം നിങ്ങൾക്ക് തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന ഭയവും ഉത്കണ്ഠയും ഒക്കെ മാറി പുതിയൊരു മനുഷ്യനാകാൻ തന്നെ നിങ്ങൾക്ക് കഴിയുന്നതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയാത്തൊരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ കഴിയുന്നതാണ്. പുതിയൊരു അനുഭൂതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. ഇതുവരെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കലാകായിക രംഗത്തുള്ളവർക്കൊക്കെ പേരും പ്രശസ്തിയും ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് അടക്കി വെച്ചിരുന്ന നിങ്ങളുടെ ഒരു കഴിവൊക്കെ പുറത്തെടുക്കുന്ന ഒരു സമയമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പോലും കരുതി മാറ്റിവെച്ചിരുന്ന ചില കഴിവുകളൊക്കെ അത് മറ്റൊരാൾ കണ്ടെത്തുകയും ആ ആളിലൂടെ അത് പുറം ലോകം അറിയുകയും നിങ്ങൾക്ക് പ്രശസ്തിയൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ്. വാഹനയോഗമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. വാഹനം വാങ്ങുവാനും ഇപ്പോഴുള്ള വാഹനം മാറ്റി മറ്റൊരു വാഹനം വാങ്ങുവാനും ഒക്കെയുള്ള ഒരു സമയമാണ്. കോടതി വ്യവഹാരങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഒരുപാട് കാലമായിട്ട് പിണങ്ങിക്കഴിഞ്ഞിരുന്ന ആളുകളൊക്കെ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വിജയം ആഘോഷിക്കുവാനായിട്ട് വരുന്ന രീതിയിലാണ് ഇവർ നിങ്ങളെ സമീപിക്കുന്നതെങ്കിലും ചില ഗൂഢ ഉദ്ദേശത്തോടെ ആയിരിക്കും ഇവർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലമായിട്ട് അകന്നിരിക്കുന്നവര് നിങ്ങളോട് അടുത്ത് കൂടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഉത്രം നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങളുടെ സ്ഥാനവും ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തും വിജയത്തിലെത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവസരങ്ങളെ കണ്ട് അത് അറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവുന്നതാണ്.
ഈ ഉത്തരം നക്ഷത്രക്കാരുടെ മാർച്ച് പകുതി എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സമയത്തിലൂടെയാണ് ഉത്തരം നക്ഷത്രക്കാര് കടന്നു പോകുന്നതെന്നേ നമ്മൾക്ക് പറയാൻ കഴിയുള്ളൂ. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്. ഏതൊരു നക്ഷത്രത്തിനും ഇതുപോലെയുള്ള അനുകൂലമായിട്ടുള്ള ഘട്ടങ്ങള് വളരെ അപൂർവമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുകയും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാനുള്ളതെല്ലാം നേടാൻ കഴിയുന്നതാണ്. പ്രാർത്ഥന കൈവിടരുത്. കാരണം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകണം. ഈ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. നിങ്ങൾ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ആദ്യത്തെ ശബ്ദം അതിന് വളരെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തരാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നത് വളരെ ഉചിതമാണ്. ആ ഒരു പോസിറ്റീവ് എനർജി അന്നേ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവുന്നതാണ്. അപ്പോൾ ഉത്തരം നക്ഷത്രക്കാര് വരുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക, വളരെ നന്നായിട്ട് പ്രവർത്തിക്കുക, തീർച്ചയായിട്ടും വിജയമുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.